ഫിലിം ഗാരേജിന്റെ എല്ലാ സിനിമാ പ്രേമികൾക്കും ഈദ് ദിനാശംസകൾ നേരുകയാണ്. ലാലേട്ടന്റെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ഈദ് റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ എമ്പുരാൻ. കഴിഞ്ഞ ആഴ്ച മാർച്ച് 27-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആ സിനിമയുടെ ആദ്യ വീക്കെൻഡ് വളരെ ഭംഗിയായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ തിങ്കളാഴ്ചയിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ ഇന്നത്തെ തിങ്കളാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ കണക്കുകൾ, അതോടൊപ്പം തന്നെ നാളെ ചൊവ്വാഴ്ച ദിവസത്തെ കേരള പ്രീസെയിൽ കളക്ഷൻ കണക്കുകൾ പോലും ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അതിനു മുന്നേ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഞായറാഴ്ച സിനിമയ്ക്ക് രണ്ടാം ദിവസത്തെക്കാളും മൂന്നാം ദിവസത്തെക്കാളും കൂടുതൽ മികച്ച ബുക്കിംഗ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. 4,11,000-ലധികം ടിക്കറ്റുകളാണ് ഇന്നലെ 24 മണിക്കൂറിൽ വിറ്റഴിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോഴത്തെ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം തന്നെ 15,000-ഓളം ടിക്കറ്റുകളാണ് സിനിമ ബുക്ക് മൈ ഷോയിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു മലയാളം സിനിമയുടെ അതിവേഗ 100 കോടിയും 150 കോടി കളക്ഷൻ എല്ലാം തന്നെ പിന്നിട്ട് കഴിഞ്ഞ എമ്പുരാൻ എന്ന സിനിമയുടെ ഇന്നത്തെയും നാളത്തെയും പ്രീസെയിൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ പലരും കരുതിയിരിക്കുന്നത് ആദ്യ 4 ദിവസത്തെ ടിക്കറ്റുകൾ നേരത്തെ വിറ്റഴിച്ചതുകൊണ്ട് സിനിമയ്ക്ക് ആദ്യ 4 ദിവസങ്ങളിൽ നല്ല കളക്ഷൻ ഉണ്ടാകും, തിങ്കൾ മുതൽ ഡൗൺ ആകുമെന്നൊക്കെ ആയിരുന്നല്ലോ. എന്നാൽ അവർക്ക് പൂർണ്ണ നിരാശ നൽകുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് ഈദ് ദിവസം, അവധി ദിവസം, തിങ്കളാഴ്ച ദിവസം കേരള പ്രീസെയിൽ കണക്കുകൾ പ്രകാരം 7,20,00,000 പ്രീസെയിൽ കളക്ഷനാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത്. ഇനി നാളത്തെ ചൊവ്വാഴ്ച ദിവസത്തെ കേരള പ്രീസെയിലേക്ക് വരികയാണെങ്കിൽ അതും ഞെട്ടിക്കുന്നു എന്ന് പറയാതിരിക്കാനായിട്ട് വയ്യ. ഇന്ന് ഉച്ചയോടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 4 കോടി രൂപയ്ക്ക് മുകളിൽ പ്രീസെയിൽ കളക്ഷനാണ് നാളെ ചൊവ്വാഴ്ച സിനിമയുടെ 6-ാം ദിവസം കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ബോക്സ് ഓഫീസിൽ വേറെ ലെവൽ തരംഗമായിട്ട് കളക്ഷൻ നേടിയെടുത്ത സിനിമ മുന്നേറുന്നു. ഇനി സിനിമയുടെ ആദ്യ വീക്കെൻഡിൽ കൃത്യമായി കേരള വേൾഡ് വൈഡ് കളക്ഷൻ വരേണ്ടതായിട്ടുണ്ട്. അത് അടുത്ത മണിക്കൂറുകളിൽ വരും. അതറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.